ഹലോ, ഞാൻ കുറച്ച് എത്തനിക്കായിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇയറിംഗ് കളക്ഷനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ആക്സസറി ആണ് ഇയറിംഗ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ എക്സിബിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോൾസ് ഒക്കെ കാണാൻ പോയില്ലേ, അപ്പോൾ ഇങ്ങനെ ഇയറിംഗ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് ഒരു വലിച്ചൽ എനിക്ക് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയറിംഗ്സ് എന്ന് പറയുന്നത്. അതും അത്യാവശ്യം വലിപ്പമുള്ള ഇയറിംഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് ഇയറിങ്സ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് എവിടെന്നാ വാങ്ങിയതെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാൻ എപ്പോ നല്ല നല്ല ഇയറിങ്സ് കണ്ടാലും ഞാൻ വാങ്ങും. ഇത് ഇട്ടിട്ട് കാണിക്കണം. ഇതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ ഇയറിങ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നും ഒക്കെ സിമിലർ ആയിട്ട് തോന്നും, കാരണം ഞാനിത് കണ്ടിങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ വാങ്ങും. ഓക്കെ, അങ്ങനെ സിമിലാരിറ്റി ഒന്നും നോക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇയറിങ്. ഇനി അടുത്തത് കാണാം. അടുത്തത് ഈ ഒരു ഇയറിങ് ആണ് കേട്ടോ. ഇതിലിങ്ങനെ സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. ഒരു ഇയറിങ് ഇപ്പൊ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. കൂടുതലും വൈറ്റോ ബ്ലാക്കോ അങ്ങനെ എന്തെങ്കിലും സൽവാറോ അങ്ങനെയൊക്കെ ഇടുമ്പോഴാണ്. കാരണം ഇതിലിങ്ങനെ സ്റ്റോൺസ് വരുന്നത് കൊണ്ട് അപ്പോൾ ഇയറിങ് നന്നായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇയറിങ് ആണ്. നെക്സ്റ്റ് ഇതാണ്. ഇങ്ങനെ ഹൂപ്സ് പോലെ വന്നിട്ട് അടിയിലൊരു ജുംക്ക, ഇവിടെ ഇങ്ങനെ എന്താ പറയാ, കുങ്കുരു എന്നല്ല പറയാ. എനിക്ക് പിന്നെ ഭയങ്കര ശബ്ദമുള്ള ആക്സസറീസ് ഇല്ലേ, ഇപ്പോ വള ഞാൻ അധികം ഇടാറില്ല. ഇപ്പൊ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാട്ടെ. ഇതിന്റെ കുറെ ഉണ്ട്. എനിക്കൊന്ന് 2 പെയറായിട്ടുണ്ട്. നല്ല രസമുള്ള വളയാ. അപ്പോ ഇങ്ങനെ കുങ്കുരു എന്നല്ല പറയാ, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ഇയറിങ്സ് ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇടാൻ. നമ്മളിങ്ങനെ അത് ഇട്ട് നടക്കുമ്പോ ഒരു ഇങ്ങനെ ശബ്ദം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഹൂപ്സ് ആയിട്ട് അടിയിൽ ഇങ്ങനെ ജുംക്ക വരുന്ന ഇയറിംഗ് ആണ് കേട്ടോ. അടുത്തത് ഇതാണ്. ഇത് തൃശ്ശൂര് നമ്മളിവിടെ എക്സിബിഷൻ വരുമല്ലോ, അപ്പൊ അവിടെ നിന്ന് വാങ്ങിയതാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഇയറിംഗ് ആണ്. നല്ല രസമാണ്. കുറച്ച് നല്ല വലിപ്പമുണ്ട്, പക്ഷെ നല്ല രസമാണ്. എല്ലാം നല്ല രസമാണ്. കണ്ടില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഇയറിങ്സ്. ഇതായിരുന്നു ആദ്യം കാണിക്കേണ്ടത്. ഇത് ഭയങ്കര ചെറുതാണ് കണ്ടോ, പക്ഷെ ഇത് നല്ല ഭംഗിയാട്ടാ. ഇതിന്റെ തന്നെ ഒരു ഗോൾഡൻ വരുന്നതുണ്ട് എൻ്റെ കയ്യില്. ഇപ്പൊ നോർമൽ ഒരു ദിവസം ഇപ്പൊ നമ്മൾ എവിടേക്കെങ്കിലും പോവാണ്, വലിയ സുഖം തോന്നുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ടോട്ടലി നമ്മളെ കാണാൻ ആകെ ഒരു രസമില്ലാത്ത പോലെ തോന്നുമ്പോ അങ്ങനത്തെ ദിവസമൊക്കെ ഞാൻ ഈ ചെറുതിടും. അപ്പോ എനിക്ക് തോന്നാറ് നമ്മുടെ മുഖത്തിന് ഒരു പ്രത്യേക ഒരു രസം, ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യിക്കുന്ന പോലെ എനിക്ക് തോന്നും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിന് അത്ര വിലയൊന്നുമില്ല, ഇത് എല്ലാ കടയിലും കിട്ടും. നെക്സ്റ്റ് ഈ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എന്തൊരു യുണീക്കായിട്ട് തോന്നി, അങ്ങനെ വാങ്ങിയിട്ടുള്ള ഇയറിങ്സ് ആണ്. ഇത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ എവിടെ വാങ്ങിച്ചെന്നുള്ളത്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരും. നെക്സ്റ്റ് ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് ഞാൻ ഏതോ ഒരു കോട്ടൻ്റെ അതായത് ഒരു അജ്രക്ക് പ്രിന്റ് പോലത്തെ ഒക്കെ വരുന്ന ഒരു ചുരിദാറാണ് എൻ്റെ കയ്യിൽ. അപ്പൊ അതിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഈ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഇയറിങ്സ് ഇതിലെ ലാസ്റ്റ് വണ്ണാണ് കേട്ടത്. ഇതൊരു പക്ക ജുംക്കയാണ്. നല്ല രസമല്ലേ, അടിയിൽ ഇങ്ങനെ പേൾസ് ഒക്കെ ആയിട്ട് നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും ഉണ്ടായിരുന്നു ഒരുപാട് വലിയ വലിയ ജുംക്ക പോലത്തെ. അതൊക്കെ എവിടെയാണെന്ന് പോലും കാണാനില്ല അതൊന്നും. ഇതേ നല്ല രസമാണ്. നമുക്കിങ്ങനെ ഇപ്പൊ ബ്ലാക്ക് കര വരുന്ന സെറ്റും അത് ഗോൾഡൻ അല്ലാത്ത സെറ്റും കൊണ്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള കൊട്ടയാണ്.
സിൽവർ ഷെയ്ഡിലുള്ളതൊക്കെ കഴിഞ്ഞു. ഞാനിതിൽ സ്റ്റെഡ്സ് ഒന്നല്ല കേട്ടോ കാണിക്കുന്നത്. സ്റ്റെഡ് പോലത്തെ വേറെ ഉണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഇയറിങ്സ് ആണ്. ഇനി നമുക്ക് ഗോൾഡൻ ആ ഒരു ആന്റിക് ഷെയ്ഡ്സിൽ വരുന്നത് നോക്കാം. അതിലതെ ഫസ്റ്റ് വന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ല രസമുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇത് ഞാൻ ഒരു ഹാഫ് സാരിയുടെ ഒപ്പം പിന്നെ എനിക്കൊരു സൽവാർ ഉണ്ട് കേട്ടോ, ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തത് അത്യാവശ്യം വലുപ്പത്തിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ജുംക്കയാണ്. ഇത് ഞാൻ എൻ്റെ ഏതോ ഒരു ഓണം സെലിബ്രേഷന് വാങ്ങിയതാ. ഹാഫ് സാരിയുടെ ഒപ്പം ഇടാനായിട്ട് വാങ്ങിച്ചതാണ്. ഇതാണ്. ഇത് അത്യാവശ്യം ഭയങ്കര കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഷെയ്ഡ്സ് ഇങ്ങനെ മങ്ങി തുടങ്ങി, ഇതൊരു ബ്ലാക്ക് പോലെയായി. ഇത് പക്ക ഒരു ഈ പറഞ്ഞ പോലെ ഒരു ആൻറ്റീക്ക് ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് അടുത്തത്. ഇതാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ പെണ്ണ് കാണൽ ഗെറ്റ് റെഡി വിത്ത് മീ, പെണ്ണ് കാണലിൻ്റെ അന്നൊക്കെ ഞാൻ ഇതായിട്ടത് കേട്ടോ. അതിന് ഇത് ചെട്ടിനാട്, നമുക്കിപ്പോൾ നെഗാസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതാണ് ഉള്ളതിൽ. എനിക്ക് തോന്നുന്നു ഏറ്റവും എക്സ്പെൻസീവ് ഇതാണ്. ഇതൊരു 600 ആ ഒരു റേറ്റിൽ വന്നു തോന്നുന്നു. 500 ആണ്, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 500 എബവ് ആണ് കേട്ടോ വരുന്നത്. ഇത് പക്ഷേ ഇതിൽ വരുന്ന സ്റ്റോണിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ, ഒരു നല്ല രസമുള്ളൊരു പേസ്റ്റൽ, ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ്. പിന്നെ ഇതിന് ഇങ്ങനൊരു സൗണ്ട് ഉണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരുപാട് നമ്മൾ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ മറ്റേ തിരുവാതിരക്കൊക്കെ മീൻസ് എന്താണ് തിരുവാതിരകളി, എന്താ ഞാൻ പറയുന്നത്, ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ്. ഇത് ഡാൻസിനൊക്കെ കൂടുതൽ നമ്മൾ തിരുവാതിരക്കൊക്കെ പണ്ട് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ടൈം ആയപ്പോൾ എനിക്കിത് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്തോ ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. പക്ഷെ ഞാൻ കുറേ നോക്കി. ആദ്യമൊക്കെ ഏത് ഷോപ്പിൽ പോയി മീൻസ് ഏതൊരു ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഫാൻസി സ്റ്റോറിലും ഈ സംഭവം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇതൊന്നും കിട്ടാനില്ല. ഇപ്പൊ ഒക്കെ ഉണ്ടാവും കേട്ടോ, നമ്മളും തപ്പിയാൽ കിട്ടും. അങ്ങനെ ഞാൻ കുറേ നടന്നിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഇതിന്റെ നല്ല വലുപ്പമുള്ളതും കിട്ടിയാലും ഞാൻ വാങ്ങും. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പൊ സെറ്റ് സാരിയുടെ ഒപ്പൊക്കെ, സെറ്റ് മുണ്ടിന്റെ ഒക്കെ ഇടാം. നല്ല ട്രഡീഷണൽ ആണ്. ഇതാണ് അടുത്തത് കേട്ടോ. ഇത് നൈസായിട്ട് മങ്ങിത്തുടങ്ങി. ഇതിന്റെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ആക്കിയത് നല്ല രസമുള്ള ഇയറിങ്സ് ആണ്. നല്ല രസമാണ്. ഇതൊരു മെറൂണും ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനെ വന്നിട്ടുള്ള നല്ല രസമുള്ള ഇയറിങ്സ് ആണ്. ഞാൻ ഒരുപാട് വർഷം മുന്നേ വാങ്ങിച്ചത്, പക്ഷെ ഇത്ര നാളിത് നിന്നു. അതാണ്. അടുത്തത് ഇങ്ങനത്തെയാണ് കേട്ടോ. ചെട്ടിനാട് എന്നാണോ ഇതിനെ പറയാന്ന് എനിക്കറിയില്ല. കുറച്ച് കളർ കൂടിയതാണ്, ഒരു യെല്ലോയിഷ് ടോൺ കൂടിയതാണ്. ഇതും ഈ ഒരു പിങ്ക് ഒരു റൂബി ഷെയ്ഡ് കണ്ടോ, ഇവിടുത്തെ സ്റ്റോണൊക്കെ പോയില്ലേ. ഇങ്ങനത്തെ ഒരു സെറ്റ് മുണ്ടുണ്ട് എൻ്റെ കയ്യിൽ, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ഈ കമ്മലും ഇട്ടിട്ടില്ല, ആ സെറ്റ് മുണ്ടും ഞാൻ ഇട്ടിട്ടില്ല. ഇത് ഭയങ്കര ഈ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിന് ഒട്ടും മാച്ച് അല്ല കേട്ടോ ഇങ്ങനത്തെ ഇയറിങ്സ്. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ എന്തോ പോലെ. ഇതാണ് അടുത്തത്. ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഏതോ ഒരു ഓണം ഷൂട്ടിന് വേണ്ടി വാങ്ങിച്ചതാ. അന്ന് താമരക്കുളത്തിൽ പോയിട്ട് വഞ്ചിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊരു പട്ടുപാവാട ഇട്ടിരുന്നേ, അപ്പൊ അതിന് വേണ്ടി വാങ്ങിച്ചതാ. നല്ല രസമുള്ള ഇയറിങ്സാ. എല്ലാം എനിക്ക് നല്ല രസമായിരിക്കും, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണല്ലോ. ഒരു കുഞ്ഞൊരു കൊട്ടയാണ്. ഞാൻ അതുപോലെ വല്ലപ്പോഴും എന്തെങ്കിലും കുർത്തിയൊക്കെ ഇടുമ്പോൾ മീൻസ് അതിന് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഇടാറുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ഇയറിങ്സ്, ഇതാണ് എൻ്റെ അസറ്റ്, എൻ്റെ ഇത്ര നാളത്തെ സമ്പാദ്യം. അപ്പൊ ഇതാണ് നമ്മുടെ ഇയറിങ്സ് കളക്ഷൻസ്. ഈ പറഞ്ഞ പോലെ അധികമൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ള ചെറിയ സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്.
അപ്പോൾ എന്നെപ്പോലെ കമ്മൽ ഭ്രാന്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.